1, 2, 3 start. Hello guys, welcome back to PK Couples. PK Couplesന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ടും ഇരിക്കല്ലേ? നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അല്ലാതെ എന്റെ കൂടെ ഇൻട്രോ പറയാനായിട്ട് കുറേ നാൾക്ക് ശേഷം പാറക്കുട്ടി എത്തിയിരുന്നു. പാറക്കുട്ടി നല്ല മൂടില്ല, അതുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ അവൾ തിരിഞ്ഞോക്കി കൂടി ചെയ്യില്ല. എന്ത് പറ്റി? ഓ അപ്പൊ ഇന്ന് പാറക്കുട്ടിക്ക് സ്കൂളില്ല. ഇന്നും നാളെയും മറ്റന്നാളൊന്നും കുട്ടിക്ക് സ്കൂളില്ല. സ്കൂൾ അവധിയാണ്. എന്താ കാരണം പറോ? ഏത് ക്ലാസ്? അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് പോലെ തന്നെ എല്ലാവരും പുറത്തുണ്ട്. നല്ല കളിയിലാണ്. പാർക്കുട്ടി മാത്രം ഉള്ളിലിരുന്ന് കൊടയൊക്കെ വെച്ചിട്ട് മറ്റേ വീട്ടിലൊക്കെ നമ്മൾ ഇതൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കില്ലേ, അച്ഛൻ അമ്മ കുട്ടിയൊക്കെ ആയിട്ട് കളിക്കുകയാണ്. നമ്മുടെ അയനക്കുട്ടനാണെങ്കിൽ എണീറ്റിട്ട് ഞാൻ അവന് പാൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി രണ്ടെണ്ണം അതേ പുറത്ത് മണ്ണിട്ട് വാരി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞോടും ചിത്തുട്ടനാണെങ്കിൽ ട്യൂഷന് പോവാണ്. അവർക്ക് ഇതേ ടാറ്റ് കൊടുത്ത് നമ്മുടെ ചെക്കന്മാർ ഇവിടെ ഉണ്ട്. ഇവരുടെ ഉച്ചയ്ക്കുള്ള ഉറക്കം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ മണ്ണിൽ കളിക്കാൻ വിട്ടാം. മണ്ണിൽ കളിക്കാൻ എന്നല്ല, പുറത്ത് കളിക്കാനൊക്കെ വിടും. ചിലപ്പോൾ പൈപ്പിൽ കളിക്കും, മണ്ണിൽ കളിക്കും, അല്ലെങ്കിൽ ഓരോന്നൊക്കിൽ മണ്ണൊക്കെ നിറച്ച് ലോഡൊക്കെ നിറച്ച് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കളിക്കും. എന്തെങ്കിലും ചെയ്യട്ടെ ഞങ്ങൾ വിചാരിക്കും. അപ്പോൾ കുറേ പേര് ഞങ്ങളോട് ഇത് കാണുമ്പോൾ പറയും ഇങ്ങനെ മണ്ണിലിറക്കി വിടല്ലേ എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഒരു നിവർത്തില്ല. എന്തോരം നേരം ഇവരെ വീട്ടിലുള്ളിൽ കൂട്ടിയിട്ട് വയ്ക്കും. മേത്ത് ഫുള്ള് നനച്ച് അവിടെ വെച്ചിട്ട് മരുമ്പം പാലുടിക്കും. ഇവിടെ ഇരിക്കും, സ്റ്റെപ്പും മരിക്കാൻ മരുമ്പ. അതിനാണെങ്കിൽ നല്ല മോനായിട്ട് പാലൊക്കെ കുടിച്ചു ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്ത് വന്നിരിക്കുക കേട്ടോ. നമ്മുടെ അല്ലൂസ് കൂട്ടന് കൊടുത്ത പാലതേ വെള്ളത്തിലൊക്കെ ഒഴിച്ച് കളയുന്നുണ്ടെങ്കിൽ നല്ല ചീത്തൊക്കെ കേട്ട് ഒരു ചെറിയ പിച്ചൊക്കെ കൊടുത്ത് ഞാൻ ഇവിടെ ഇരുത്തി പോന്നിട്ടുണ്ട്. ഇന്ന് നല്ല കാറ്റായതിട്ട് ഒരു ഉച്ചോട്ട്, അതുകൊണ്ട് തന്നെ നിറച്ചല്ല വീണ് നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. പിന്നെ നിഖിലിച്ചേട്ടനാണെങ്കിൽ ഇതേ കൊടുങ്ങല്ലൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഒളിച്ച് കാറിൽ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അച്ഛനും വലിയച്ഛനൊക്കെ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഷർട്ടൊക്കെ ഇട്ട് പോകുമ്പോഴോ ഒട്ടും സമ്മതിക്കില്ല. ഇത് ഇവർ കാണാണ്ട് കാറിൽ കയറി ഇരുന്ന് വേഗം കാറെടുത്ത് പോയിക്കൊണ്ടിരിക്കും. പിന്നെ കാറിൻ്റെ ക്ലച്ച് എന്തോ സംഭവം കംപ്ലൈൻറ്റ് ഉണ്ടെന്നും പറയണ്ടായിരുന്നു. അതാണ് കാർ എടുത്ത് പോയട്ടോ. അപ്പോൾ രണ്ടുപേരും അയ്യോ കരയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂസ് ഇപ്പം ഈ ചെരുപ്പ് ഇടും, ഡെയിലി ഈ ചെരുപ്പ് ഇടും പുറത്ത് കളിക്കാൻ പോകുമ്പോൾ. അതും ഒരു ശീലമായിട്ടുണ്ട്. ബാക്കി രണ്ടുപേരുടെയും ചെരുപ്പ് എവിടേക്കിനാവോ കൊണ്ടിട്ടിരിക്കുന്നത്. അവർക്ക് ദീവാറ് പോലത്തെ ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവന് മാത്രമാണ് ഇവൻ്റെ സൈസിനനുസരിച്ച് ഈ ഒരു ചെരുപ്പ് കിട്ടിയത്. അതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെരുപ്പ് ഇട്ടിട്ട് നടക്കാനൊക്കെ. കാരണം നല്ല ടൈറ്റിലിരുന്നോളൂല്ലോ. പിന്നെ പുറത്ത് പോകുമ്പോൾ അവർക്കും ഇതേപോലത്തെ ചെരുപ്പ് നോക്കി വാങ്ങിക്കണം. ബാക്കിൽ ഇങ്ങനെ ബെൽറ്റുള്ള പോലത്തെ. മറ്റേ വീവാറിനും ബാക്കിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അവന്മാർ ഇടണില്ല കേട്ടോ. ഇട് ചെരുപ്പിട്. അല്ല നീ ഇങ്ങനെ ബാക്കിക്ക് നിൽക്കുന്നു. ആരും ഹെൽപ്പ് ചെയ്യാവനാ ചെരുപ്പിടാനായിട്ട് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഗൈസ് കമ്മോൺ നമ്മുടെ മുറ്റത്തേക്കൊക്കെ നിറഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ ചേട്ടനും അച്ഛനൊക്കെ കൂടി വെച്ചതാട്ടോ. അഞ്ചു ചേച്ചിയും മമ്മിയൊക്കെ എല്ലാവരും ഉണ്ട്. വെച്ച കൈപ്പക്കായും പടവലങ്ങയും ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒരുപാട് പച്ചക്കറികൾ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ തക്കാളി ഉണ്ട്, പയറുണ്ട്, വെണ്ടക്കായ ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് വെച്ചോളൂ. ആദ്യത്തെ റൗണ്ട് നമ്മുടെ പച്ചമുളക് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കിറ്റ് പൊട്ടിച്ചുകൊണ്ട് കൊടുക്കും. ഞങ്ങൾ ഈ വീട്ടിൽ പോകുമ്പോൾ ഒരു കുറ്റി പൊട്ടിച്ചുണ്ടും. അതേപോലെ അങ്ങനെ ആയിരുന്നു. ശൂന്യമുളകും അതേപോലെ നമ്മൾ ചന്തമുളക് എന്നൊക്കെ പറയില്ല, നീളത്തിലുള്ള മുളക്, അതൊക്കെയായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയിട്ടാ. ക്ലാസ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് തൊണ്ണിക്കൊക്കെ ആയിട്ട് ഇംഗ്ലീഷിൽ എന്താ പറയല, എനിക്കറിയില്ല. അതായത് 3 ദിവസം അവധി കൊടുത്തിരിക്കുകയാണ്. അത് മാത്രല്ല ഏത് അസുഖമായിട്ടുണ്ടെങ്കിലും 3 ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചു എന്തോടെ ഞങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഇൻട്രോ ആണോ? അപ്പൊ ഇതെന്തുട്ടാ, ഷേക്ക് വേണോ ചായ വേണോ വേറെ എന്താ വേണ്ടേ? എനിക്ക് ചായ 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 ചായ. ചേച്ചിക്ക് ചായ
അമ്മയ്ക്ക് കട്ടൻ ചായ, മിനിച്ചേച്ചിക്ക് ചായ. കം. എന്താടാ താത്ത അല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റായി ഞാൻ എന്നും കൊണ്ടുതരായ പാടുന്നത് മൈക്കൽ ജാസല്ലേ നിന്റെ പാട്ടായും കൂട്ടായും കൂടെ ഞാനല്ലേ ഞാൻ പൈകിളിക്കുക ഒരു കുഞ്ഞു സമ്മാനം എന്റെ കരളേ നിന്റെ കുരുവിളി പൊങ്കുത്തം സുന്ദര. എന്തായാലും നമ്മുടെ പാറു നല്ല മൂഡിലാട്ടാ. അല്ലെങ്കിൽ ഇതേപോലെ പാട്ട് പാടാനോ അല്ലെങ്കിൽ കുറച്ചു നേരം പോലും വീഡിയോ എടുക്കാനൊന്നും ആരുടെ കൂടെ നിൽക്കൂലേ. ഇന്ന് നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നു, മാമ ഞാനും കൂടി വരട്ടെ ഇൻട്രോ പറയാനായിട്ട്, എന്നെയും കൂടി കൂട്ടോ വീഡിയോയ്ക്ക്. അങ്ങനെ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കാനും പാട്ട് പാടാനും ചായ വെക്കാനൊക്കെ ആയിട്ട്. ചായ പടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ ആണ് വെക്കുന്നത്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോബസ്റ്റ് പഴമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവങ്ങളൊക്കെ സെറ്റാക്കട്ടെ. പാലില്ല, എങ്ങനെ കുടിക്കും? ഞങ്ങൾ തിന്നട്ടെ. വരുമ്പോഴേ കേട്ടാ മിഠായി തിന്നാൻ തരാം. ഷേക്കിട്ട് രസമുണ്ടാവില്ലടാ. സത്യം പറഞ്ഞാൽ പാലില്ലാത്തതുകൊണ്ടാണ് കട്ടൻ വെച്ചത്. അത് മറന്നിട്ടുണ്ട് ഞാൻ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ജാറിനുള്ളിൽ ഇട്ടിട്ടാ. അപ്പം അതിന് പഴം മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു. അപ്പോൾ അതേ നമ്മുടെ ചായ തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചായ വെക്കുമ്പോൾ കട്ടൻ വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇലക്കായ ഇടും, അല്ലെങ്കിൽ മുറ്റത്തുള്ള പുതിന ഇടും. കട്ടൻ ചായയുടെ പാത്രം ആയതുകൊണ്ട് അങ്ങോട്ട് കൈയോട് കൂടി ചായ ഒരു പാൻ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ 2 ടീമാണുള്ളത്. ഒന്ന് പാൽച്ചായ ടീമും മറ്റേത് കട്ടൻ ചായ ടീം. കട്ടൻ കുടിക്കുന്ന ഒരു അമ്മയും ചേട്ടനാണ്. ഇപ്പോൾ ചേട്ടനില്ല, പുറത്തൊരു അച്ഛനിരിക്കുന്നുണ്ട്. അപ്പം അച്ഛനമ്മയ്ക്കുള്ള ചായ എന്തേ പുറത്തേക്ക് കൊണ്ട് കൊടുക്കട്ടെ. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഉള്ളിൽ നല്ല കളിയാണ്, എല്ലാ വണ്ടി എടുത്ത് ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അച്ഛനപ്പോൾ പോത്തുട്ടികളൊക്കെ അഴിച്ചുകൊണ്ട് വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇതേ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുക കേട്ടോ. അപ്പോഴാണെങ്കിൽ അച്ഛന് ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛന് നിർബന്ധമാണ് ചായ കുടിക്കുന്നത്. അച്ഛൻ എത്ര ചായ കിട്ടിയ വേണമെങ്കിലും കുടിക്കും. രാവിലെ തന്നെ അച്ഛൻ പോരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലെത്തിയിട്ട് ഒരു ചായ കുടിക്കും. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ചായക്കടയായിട്ട് കഴിക്കുമ്പോൾ ഒരു ചായ കുടിക്കും. അങ്ങനെ 3 ചായ അച്ഛൻ എന്തായാലും രാവിലെ കുടിക്കും. അപ്പോൾ പുറത്താണെങ്കിൽ അമ്മതേ ചെടിക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൂന്തോട്ടം നല്ല അടിപൊളിയായിട്ട് അമ്മ അച്ഛനും കൂടിയിട്ട് സെറ്റാക്കി കൊണ്ട് വരുന്നുണ്ട്. കുറച്ച് റെസ്റ്റിലായിരുന്നു അമ്മ, അതായത് പൂന്തോട്ടത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം വീണ്ടും ആ ഒരു എന്താ പറയുക ട്രാക്കിലേക്ക് ഇങ്ങോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ 5 വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു റോസൊക്കെ. ഇപ്പോൾ ബോഗൻ ബില്ലേരെ കുറച്ച് തൈകളൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം. 3 പേര് ഉള്ളിലാട്ടാ കളിക്കുന്നത്. ഈ കർട്ടൻ്റെ ഒക്കെ ബാക്കിൽ വന്നിട്ട് ഒളിച്ച് കളിക്കും. ആരെങ്കിലും തലയിൽ ആ കർട്ടനിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ മൂടി നിൽക്കണ ആളെ തലക്കിട്ട് ഒന്ന് കൊടുത്തിട്ട് ഓടും. അപ്പോൾ അയാൾക്ക് അറിയില്ലല്ലോ ആരെന്നെ തല്ലിയിട്ട് ഓടിയിട്ടുള്ളതെന്ന്. അപ്പോൾ അയാൾ ചെന്ന് ബാക്കി 2 പേർക്കും കൊടുക്കും. ഒന്നും പറയണ്ട, കൈ സിഡി എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പം അച്ഛൻ അതൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. പോയൊക്കെ അല്ല വരുന്നത്. അപ്പോൾ കാവടിയാട്ടം കാണുമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അഞ്ചു ആണെങ്കിൽ വീട്ടിലേക്ക് പോകാനുള്ള ചെറിയൊരു തയ്യാറെടുപ്പിലാണ്. പോയമായത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോയാവുമ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അവിടെ നിന്ന് കഴിക്കും, നൈറ്റുള്ള ഫുഡ് എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവർ പോണതിനുള്ളിൽ ഞാൻ ചോറ് കഴുകിയിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ്. നമ്മൾ കാലത്ത് വെച്ച ചോറ് വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ കഴുകി ഊറ്റി നമ്മൾ തിളപ്പിക്കാൻ വെക്കും. ഇവർക്ക് രാവിലെയും അതേപോലെ തന്നെ വൈകിട്ടും കുറച്ച് നേരം TV ഒക്കെ വെച്ച് കൊടുക്കും. വേറെ ഒന്നും കൊണ്ടല്ല, അത് കണ്ടിരുന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാശുകൂട്ടനാണെങ്കിൽ അത് കണ്ടിരുന്ന് നല്ല കുട്ടിയായിട്ട് ആസ്വദിച്ചോളൂ ഏതൊരു പാട്ടായാലും കേട്ടോ. പക്ഷെ ബാക്കി 2 അങ്ങനെയല്ല, കുറച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടുത്ത് വീണ്ടും തല്ലൂടെ നടക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഉണക്കമുതിരൊക്കെ എടുത്ത് കഴുകിയിട്ട് 4 പേർക്കും കൊടുത്തിട്ടുണ്ട്. കാശുകൂട്ടന് ഇഷ്ടമാണ്, അതേപോലെ തന്നെ അല്ലുകുട്ടനും ഇഷ്ടമാണ് കേട്ടോ. ആദ്യം അതിന് പറഞ്ഞു അവന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ള 2 പേരും കഴിക്കുന്നത് നോക്കിയിടാന്ന് പറഞ്ഞപ്പോൾ
അത് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് അതിന് കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലുള്ള വാഴ കുലച്ച പഴമാണ്. ഇത് ഏതിനത്തിൽ പെട്ടതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മധുരമൊക്കെ ഉള്ള പഴം കേട്ടോ. നല്ല പഴമാണ്. നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവർക്കും പഴമൊക്കെ കൊടുത്തിട്ട് കാശിയും പാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലുനൊന്നും വേണ്ടെന്ന് പറഞ്ഞു, കാരണം അവർക്ക് ഈ പഴവർഗ്ഗങ്ങളെ ഇഷ്ടമല്ല. ആദ്യം മീൻസ് ആകെ കഴിക്കുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തൻ, ആപ്പിളും കഴിക്കും. വേറെ മുന്തിരി ഒന്നും ഇഷ്ടമല്ല. പിന്നെ വേറെ പുറത്തൊക്കെ നമ്മൾ പോകില്ലേ, വേറെ വല്ല വീട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിച്ചോളും. നമ്മുടെ വീട്ടിലേക്ക് കഴിക്കില്ല. ഇവിടെ പുതിയ തല്ല് കിട്ടിയിട്ട് ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എടുത്ത് കൊണ്ടുപോകാതിരിക്കുകയാണ്. ഐനൂസിൻ്റെ കയ്യിൽ എന്തോ കാറ് അങ്ങോട്ട് വാങ്ങിക്കാൻ പോയപ്പോൾ ആ കാറുകൊണ്ട് എൻ്റെ തലക്കടിച്ചു. ഒന്നും പറയണ്ട ഗൈസ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടിയാണ്. ഒരാൾ പോലും വിട്ടുകൊടുക്കൂല. അതായത് വെറുതെ നിൽക്കുകയാണെങ്കിൽ പോലും ഒന്ന് പോയി ചൊറിഞ്ഞിട്ട് ഒന്ന് തട്ടിലിട്ട് ഒന്ന് ഉന്തിട്ടിട്ട് ഇങ്ങോട്ട് പോരും. അപ്പം പിന്നെ പറയണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ടാവും. പിന്നെ അവർ കരയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും നിൽക്കൊന്നുമില്ല. ഇപ്പം എന്തോ കാത്തൂനെ എന്തോ ഒരു പാട്ടൊക്കെ കണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ഭയങ്കര ദിശയായിട്ട്. ഇവർ പിന്നെ പാട്ട് കണ്ടിരിക്കും. ഇതിൽ വല്ല സ്റ്റോറിയൊക്കെ ഉണ്ടാവില്ലേ, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും തമിഴിലായാലും. അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ കാശിക്കുട്ടന് അതൊക്കെ ഇഷ്ടമാട്ടോ, സ്റ്റോറിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. നല്ല നല്ല ഡ്രസ്സുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഭംഗിയിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അഞ്ചുപ്പതേ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടനും പണിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. കാശിക്കൂട്ടന് ഡ്രസ്സ് ഇടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ബാബ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ ഇങ്ങോട്ട് വരും. നമ്മുടെ വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ടാണ് വർക്ക് ചെയ്യുക. കാരണം അവന് നൈറ്റാണ് അവൻ്റെ വർക്ക് ഉള്ളത്. ഒരു 6:30 തൊട്ടിട്ട് മോർണിംഗ് ഒരു 4 or 5 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ കാശിക്കൂട്ടൻ്റെ തലയിൽ പേമി കടിച്ചിട്ട് നല്ല വേഷം കെട്ടിലാണ്. അവൻ ഒന്നാമത് ഉറങ്ങായിരുന്നു കേട്ടോ. അയ്യോ വീഴേ, രണ്ടുപേരും കൂടി വീഴും. ചേച്ചി മോനും വീഴുവേ. അയ്യോ എന്താ ആരായിനോ നീൽ ചേട്ടൻ പുറത്ത് പോയി വന്നതിൻ്റെ സന്തോഷ പ്രകടനമായിട്ടാണ് കണ്ടത്. അത് അല്ലുകുട്ടന് ഇപ്പോൾ വൈകിട്ട് ചോറ് കൊടുക്കുമ്പോൾ ഞാൻ ഫോൺ കൊടുക്കും. ഏതെങ്കിലും ഒരു സമയം ഞാൻ ചോറ് കൊടുക്കും. കാരണം എനിക്ക് വൈകുന്നേരം ഇവരെയും കൊണ്ട് പുറത്ത് പോകാനോ അല്ലെങ്കിൽ അഴിച്ചിട്ടിട്ട് ഭക്ഷണം കൊടുക്കാനോ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് വൈകിട്ട് മാത്രം. അപ്പോൾ ഐനൂസിന് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ഒരു സങ്കടം പറച്ചിലായിരുന്നു അച്ഛനോട്, അച്ഛൻ്റെ ഫോൺ തരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇതേ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കാശുകൂട്ടനാണെങ്കിൽ ഇവിടെ TV ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, വരുന്നില്ല എന്നറിയാം. കാരണം മൂത്തേരി പോയിട്ടുണ്ടെങ്കിൽ അവിടെ വൈഫൈയിലല്ല അവിടുത്തെ TV വർക്കാവില്ല, കണക്റ്റ് ആവില്ല. അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പാട്ട് കുറച്ച് മൂപ്പര് മിസ് ചെയ്യും TV കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരിറങ്ങട്ടെ. ഞങ്ങളെ പിന്നെ പൂയത്തിന് അങ്ങോട്ടേക്ക് പോവും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവും. അങ്ങനെയൊക്കെയുള്ള പ്ലാനിലാണ്. ഞാനിപ്പോഴും ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. ആദ്യം അല്ലുകുട്ടന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐനൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ രണ്ടുപേർക്കും വൈകുന്നേരം ഞാൻ ഒരുമിച്ച് ഫോൺ വെച്ച് കൊടുത്തിട്ട് ഒരുമിച്ചാണ് ഫുഡ് കൊടുക്കാറ്. ഇപ്പം ചേച്ചിയുടെ ഫോൺ ബിസി ആയിരുന്നു, പിന്നെ ചേട്ടനുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫോണിൽ മാത്രമായിരുന്നു അല്ലു കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഐനൂന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു തല്ലോട്ടുണ്ടായിരുന്നു. ഒന്നും പറയണ്ട ഗൈസ്, തല്ലിവിടെ വേറെ കാരണങ്ങളൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ഒരേ പ്രായത്തിലുള്ള അമ്മമാർക്ക് നന്നായിട്ട് അറിയാം ഇവരെന്തിനാ തല്ലുകൊണ്ടെന്ന്. അവർക്കറിയില്ല, നമുക്കറിയില്ല. കാവന്ന് നീക്കണെങ്കിൽ നന്നോ ഞാൻ എടുത്തരാ ബായ് കൊടുത്തോ. ഇവിടെ ഇരിക്കല്ലോ അതിനോ. അല്ലുവിന് പോകാണ്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാറിൽ പോകാണ്ട് കുറേ നേരമൊക്കെ അടുത്ത് ചെന്ന് നിന്നു. പക്ഷേ അതിലൊരു പേടി, ഞങ്ങളാരും കയറുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊന്നും മാറിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം എങ്ങോട്ടോ പോകാനുള്ള പരിപാടിയിലാണ്, അവരെ കൊണ്ടുപോകുമെന്ന് അറിയാം. ഇപ്പോൾ ഡ്രസ്സൊന്നും മാറാത്തതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാറൂസിൻ്റെയും കാശിയുടെയും ഷൂ മറക്കാണ്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരാ വരുന്നത്, അവിടെ ആരോ വരുന്നുണ്ടല്ലോ.
അപ്പുറത്തെ വീട്ടിലത്തെ ആരോന്ന് ഒന്നുകൊണ്ട് വരുന്നത്. അങ്ങനെ അവർ പോയിട്ടാ ഗൈസ്. അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാറെടുത്ത് പോകേണ്ട. ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നീൽ ചേട്ടൻ കൂടെ കളിക്കുകയാണ്. അപ്പോൾ നീൽ ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ ഇതിങ്ങനെയല്ല ഓടുന്നതാ, ഇങ്ങനെ ഓർഡർ എന്നൊക്കെ പറയുകയാണ്. ഒരു ആവതില്ലാത്ത പോലെ ഒന്നും ഓടല്ലേ, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടികളാവാൻ, നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കാറ്റടിച്ച വീടില്ലെന്നൊക്കെ അച്ഛൻ്റെ അത് ഉപദേശമാണ് കേട്ടോ. അത് നീൽ ചേട്ടൻ ഭയങ്കര ടെൻഷനാണ്. കാരണം അതിന് ദിവസം ഒന്നും കഴിക്കില്ലേ, അത് വെറുതെ പറയലല്ല. അവൻ്റെ ഒരു വെയിറ്റ് ഇമ്പ്രൂവ് ആവണില്ല. അവൻ 9500 എന്നുള്ളൊരു വെയിറ്റിൽ നിൽക്കുകയാണ്. അവന് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ അവൻ വെയിറ്റും കൂടുതലില്ല, അവൻ ഭക്ഷണം കഴിക്കില്ല. സാധാരണ നോർമൽ ഒരു വയസ്സായ കുട്ടി കഴിക്കുന്ന അത്രയും പോലും അവൻ കഴിക്കുന്നില്ല. വേറെ ഒന്നും അവൻ്റെ വയറ്റിലേക്ക് ചെല്ലണില്ല. ആകെ ചോറ് എന്നുള്ളൊരു സംഭവം മാത്രമേ ചെല്ലണുള്ളൂ. കാരണം അവന് പച്ചക്കറികളൊന്നും ഇഷ്ടമല്ല. എനിക്കറിയില്ല ഗൈസ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാരണം നമ്മളെപ്പോലെ കുറേ അമ്മമാരുണ്ടാവും പിള്ളേർ ഫുഡ് കഴിക്കാത്തത്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ആ ഒരു ടെൻഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ കഴിച്ചാലല്ലേ നമ്മുടെ പിള്ളേർ തടി വയ്ക്കണം, ആരോഗ്യത്തോടൊക്കെ ഇരിക്കണം. അതല്ല നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ നന്നായില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ നന്നാവട്ടെ, ആ ഒരു സംഭവമല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ ഫുഡ് അവർ നന്നായി കഴിക്കണം. അതൊന്നും ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങനത്തെ ഒരു ഇതില്ല കേട്ടോ. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ കാശിക്കുട്ടൻ്റെ ഫുഡ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വെജൊക്കെ നന്നായി കഴിക്കും. ഞാൻ പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ്, കൂർക്ക, അങ്ങനെ സാധനങ്ങളൊക്കെ കഴിക്കും. അതുകൊണ്ട് എനിക്ക് അവന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര സംതൃപ്തിയാവും. അവന് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വയ്ക്കാനായിട്ട്, അതൊക്കെ കഴുകി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലേക്കാണ് വേഗം കെടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് കെടുക്കണമെങ്കിൽ ഇവരൊന്നും ഉറങ്ങണം, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ കുഞ്ഞാവ വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, അവൻ പെട്ടെന്നാണ് വന്നത്. അപ്പോൾ കറിയായിട്ട് മീൻ കറി ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കിലേക്ക് മീൻ വറുത്തതുണ്ടായിരുന്നു. അത് 2-3 പീസ് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അത് തികയില്ല. അപ്പം ഞാൻ മുട്ട വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ട വറക്കാൻ വേണ്ടിയിട്ട് സവാള തോല് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുട്ട ഒരു 6 ഉണ്ട്, അപ്പോൾ അത് മതിയാവും. വണ്ടിയിൽ നീ സാധനം കയറ്റി വെച്ചു. എവിടെ കമാ പോവാ, റെഡി നന്നു മാറേ. ഞാൻ സ്കൂളിൽ പോയ സമയത്തൊന്നും അമ്മാമ്മയ്ക്ക് മുട്ട വറുത്തരുമ്പോഴേ ഞാൻ പറയുമായിരുന്നു, ഇതിൽ സവാളൊന്നും ഇടണ്ട, ഞാൻ കഴിക്കില്ല, എനിക്ക് ആകെ ഉപ്പും മുളകും മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും മാത്രം, എരിവ് കുറച്ച് കുറവായിട്ട് അങ്ങനെ ഇട്ടാൽ മതി. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ഈ സവാളൊക്കെ മുരിഞ്ഞ് തിന്നാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഞാൻ ഫസ്റ്റ് കഴിച്ച അമ്മമ്മ ഉണ്ടാക്കി തന്നിട്ടാട്ടോ. നമ്മൾ തക്കാളി സവാളയും വാട്ടൂലേ, അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ചിക്കൂലേ, മുട്ട കുത്തിപ്പൊറ്റി അങ്ങനെ എന്തായാലും പറയുക, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുണ്ടെങ്കിൽ മറ്റേ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ മീൻസ് അതേ രീതിക്ക് ഞാൻ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഞ്ചിരിയും വെളുത്തുള്ളിയിലൊക്കെ മണ്ണായിട്ട് റോസ്റ്റ് ചെയ്തൊരു സംഭവം പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം ഞാൻ മുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ വിളിക്കാണ്, താഴത്തിരിക്കുന്ന റൂമിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വരാമെന്ന് പറഞ്ഞു, എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ചോറും ഒരു പീസ് മുട്ട വറുത്തതും നമ്മുടെ വെളുത്തുള്ളി അച്ചാറും ഒരു കഷ്ണം മീൻ വറുത്തും കൂടിയിട്ട് ഞാൻ കഴിക്കാൻ. അപ്പം നീർച്ചയായിട്ടും വന്നു, അവൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് ഇതാ ഇത്ര ഉള്ളൂ കേട്ടോ. പിള്ളേർ ഇത് എന്തെങ്കിലും ഉറക്കാൻ നിൽക്കണം ഗൈസ്. പിന്നെന്താ, അപ്പോൾ ഒരു നോർമൽ ഒരു ഡേ ആയിരുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സപ്പോർട്ടും എന്താ പറയുക ഇഷ്ടമൊക്കെ ഇനിയും വേണം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും നമ്മളോട് തുറന്ന് പറയണം കേട്ടോ. നമ്മൾ നല്ല രീതിക്കാണ് എടുക്കുന്നതും നല്ല രീതിക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെയാട്ടോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ, സീ യു.